ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വലിയ ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ ചെറുതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വരി വരിയായിട്ട് റോ ആയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക, അതാകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് തീർന്നുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലത്തെ മുകളിലും വെക്കാം. ഇത് ബേസ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ബേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂഫാട്ടോ. റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഐസ്ക്രീം സ്റ്റിക്സാണ് യൂസ് ചെയ്തത്. ഹട്ടിൻ്റെ പോലത്തെ ഒരു ഫീലാണ് വരണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ റോ ആയിട്ട് തന്നെ ചെരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ നമുക്കൊരു ഹോമി ഫീൽ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അറ്റത്തും ഒന്ന് പേസ്റ്റ് ചെയ്യണം കേട്ടോ, ഗ്ലൂ വെച്ചിട്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ബേസിൻ്റെ ബാക്കിൽ ഒട്ടിച്ചല്ലോ, അതുപോലെ തന്നെ വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് താഴെയും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ്. നമ്മൾ ഉദ്ദേശിച്ചത് വീടായിരുന്നു. ഇനി അതിന് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ടൊരു ടീൽ ബ്ലൂ കളർ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു നടുക്ക് ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടിയത്തെ അതിൽ നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്ത സ്റ്റിക്കിൽ യെല്ലോയും റൂഫിൽ ഒരു ശിങ്കാറിൻ്റെ ഒരു കളറും. പിന്നെ അറ്റത്ത് വരുന്ന 2 പീസ് കട്ട് ചെയ്യണം കേട്ടോ. അറ്റത്ത് നമുക്ക് റൂഫിൻ്റെ മുകളിൽ കുറച്ച് ഇത് വരും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്ത് ടിക് ടാക്കിൻ്റെ ഒരു ബോട്ടിലിൽ പേപ്പർ റാപ്പ് ചെയ്തിട്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇതെല്ലാം വെക്കുക. എന്നിട്ട് ക്ലേ യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ഒരു മഡിൻ്റെ ഇത് വരുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുത്തി വെക്കണം കേട്ടോ ആ ഇൻഡോർ പ്ലാന്റ്സ്. എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു ലീഫ് അതിൽ കുത്തി വെക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു യെല്ലോ സ്റ്റിക്കിൽ ഈ ഒരു പ്ലാന്റ് കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു വെൽക്കം ഹോം എന്നുള്ളൊരു ചെറിയ ഒരു റിബണല്ല, പേപ്പർ കൊണ്ട് തന്നെ വെൽക്കം ഹോം എന്നുള്ളൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടി ഒട്ടിച്ചു. പിന്നെ വാതിലും ചെയ്തു. ഇത്രയേ ഉള്ളൂ. നല്ല ക്രാഫ്റ്റായിരുന്നു കേട്ടോ. താങ്ക് യു.